ഹലോ ഗൈസ്, സുധീഷ് ഗുരുവായൂരാണ് ഇവിടെ ദുബായിൽ നിന്ന്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുബായിൽ മൊത്തം നല്ല തണുപ്പ് പിടിച്ച സമയമാണ്, നല്ല വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതാണ്. അവരും ആലോചിച്ചു, നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലെ കുറേ ആളുകൾ ഫ്രണ്ട്സുകളുണ്ടല്ലോ, അവരൊക്കെ കൂടി ഞങ്ങളൊരു ക്യാമ്പിങ്ങിന് പോകാനായിട്ട് ആലോചിക്കുകയായിരുന്നു. ഇവിടെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, തണുപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ് തന്നെയാണ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈക്കും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ എല്ലാവരും കൂടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയാ. മാറി നിൽക്കണേ 2026 നമ്മുടെ എല്ലാ ടീമും അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് അറിയിക്കാം. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ പുഴകളൊക്കെ ഉള്ള പോലെ തന്നെ, നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ പോലെ തന്നെ, പക്ഷേ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പുഴ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് സന്തോഷമാണ്, നല്ല കാണാൻ ഒരു ഭയങ്കര രസം. എല്ലാവരും ചാടി ഓടിയതാ പുഴ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ സന്തോഷം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള തടാകമാണെന്നൊന്നും നമ്മളെ ചിന്തയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി, നമ്മളെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒരു 5-8 ഫാമിലീസുകളും മേലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയാണ്. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങിയുള്ള സംഘടന, ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ഇതുപോലെ ഒഴിവ് ദിവസങ്ങളൊക്കെ പോയിട്ട് ആനന്ദകരമാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല അറിയാലോ. എങ്ങനെയുണ്ട് നമ്മുടെ പുഴയുടെ അടുത്തിരുന്നിട്ട് അടിക്കണേ? അടിപൊളിയാ വൈബ് അടിപൊളിയാ സുധി. അടിപൊളി. മക്കളെങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സോ അതുപോലെ നമ്മൾ പകലിൻ്റെ ആഘോഷങ്ങളൊക്കെ വിരാമമായിട്ട് കൊണ്ട് ഞങ്ങൾ രാത്രിയിലേക്ക് കടന്നു. രാത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, പുഴയുടെ അടുത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പുഴയാണെങ്കിലും നല്ല തണുത്ത കാറ്റൊക്കെയാണ്. നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ്ങിൽ ഗ്രില്ല് ചെയ്യുക തന്നെയാണ്. ഗ്രില്ലിങ്ങിൽ ചിക്കൻ ഉണ്ടായിരുന്നു, നമ്മൾ സോസേജ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ കോൺ ഉണ്ടല്ലോ, ഫ്രഷ് കോണൊക്കെ വെച്ച് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് കോൺ കൂടിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും പല ഐറ്റംസ് ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രില്ലിലേക്ക് കടന്നത്. അവിടെയാണ് നമ്മൾ ഈ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. നമ്മൾ ഒരുപാട് നാളത്തെ ഓരോ വിശേഷങ്ങളും ഓരോ വീട്ടുകളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സ്വര പറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഡാൻസും കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു നീണ്ട ഒരു രാത്രിയിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ യാത്രകളൊക്കെ നല്ല രസം തന്നെ ആവാറുണ്ട് കേട്ടോ. കാരണം കണ്ടമാനം ഫാമിലീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു 5-8 ഫാമിലീസ് എന്തായാലും ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും സമ്മതമാണ്. പോവാണോ അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയാം ഞങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ അവർക്ക് രസം, ഒരു എന്താ പറയുക, എൻജോയ്മെൻറ്റ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ ലൈഫിൽ, ഈ പ്രത്യേകിച്ച് ഈ പ്രവാസിയായിട്ടുള്ള ഗൾഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ഓട്ടം പാട്ടും എന്താ പറയുക, ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ഒരു അവസരമാണ് എല്ലാവരും തിരഞ്ഞെടുക്കാറ്. അതേപോലെ തന്നെ ഞങ്ങളും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാൻസിലേക്ക് കടന്നു. ഞങ്ങൾ ഡാൻസ് ഒന്നും അറിയുന്നില്ല, അവരപ്പോൾ ഇങ്ങനെ കളിക്കുക. അപ്പോൾ നല്ല പാട്ട് വെച്ചിട്ട് ഓരോന്നൊക്കെ വെച്ച് കളിക്കുക. ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ, കാരണം ഒഴിഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് അതേ നല്ല സൗണ്ടിൽ ഒക്കെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ താളത്തിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരം, നമ്മളൊരു 4-5 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു നീണ്ട രാത്രി ഒരു 2-2:30 പുലർച്ചെ 2-2:30 വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തെന്ന് തോന്നാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ബോറടിച്ചോന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. കാരണം നമ്മളതിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് എഡിറ്റിങ്ങോ കണ്ടമാനമായിട്ട് രീതിയിലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നമ്മളവിടെ എന്താ ചെയ്തു അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു വീഡിയോസായിട്ട് വീണ്ടും വരുന്നു ഞാൻ കേട്ടോ. അതുവരേക്കും ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് സുധീഷ് ഗുരുവായൂരാണ്. നമ്മൾ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഇടയിൽ ചെറിയൊരു ബ്രേക്ക്, അതിൻ്റെ ഫുഡ് അടി തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഫുഡ് അടി, അതൊക്കെയാണ് ഞങ്ങൾ. പിന്നെ ഫുഡ് അടി കഴിഞ്ഞാൽ വീണ്ടും ഡാൻസിലേക്ക് കിടക്കും ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ 2-2:30 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എത്തിയത്. Kira wali. Bika cari lah.